ഇവിടെ ഒരുത്തൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അവൻ ഇയർഫോൺ എടുത്ത് വെക്കാൻ നിന്നതും പെട്ടെന്ന് ഒരു എയർ ഹോസ്റ്റസ് വന്ന് അവനോട് സീറ്റ് മാറിയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വയസ്സായ മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മകനാണ് അമ്മയുടെ കൂടെ ഇരിക്കാൻ സീറ്റ് ചോദിച്ചത്. അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അയാളും എന്റെ സീറ്റും ബിസിനസ് ക്ലാസ്സിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നാൽ അപ്പോൾ അവൻ അയാൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഫ്ലൈറ്റ് ലാൻഡ് ആയതും ഇവൻ ഇറങ്ങാൻ വേണ്ടി റെഡിയായി. അപ്പൊ മുത്തശ്ശിയും ഇവനോട് ദേഷ്യപ്പെടാതെ താങ്ക്സ് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇവൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ ആ മുത്തശ്ശിയുടെ മകനും ലാൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ ആ മുത്തശ്ശിയുടെ പേരിലുള്ള എല്ലാ സ്വത്തും എഴുതി വാങ്ങാൻ പോവാണെന്ന് ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു. അതേ ടൈമിൽ ആ മുത്തശ്ശിയും വിഷമിച്ച് വേറൊരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മുത്തശ്ശിക്ക് ഹീറോയുടെ അടുത്താണ് സീറ്റ് കിട്ടിയത്. അവർക്ക് ഹെൽപ്പ് ചെയ്യാനാണ് അവനും സീറ്റ് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ലാതെ മരിക്കുന്നത് വരേക്കും ആർക്കും നിങ്ങളുടെ സ്വത്തുക്കൾ എഴുതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്.